മലപ്പുറം കോഡൂരിൽ തീപിടുത്തം. കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തമുണ്ടായത്? നിലവിലിപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്ന് മനസ്സിലാകുന്നു. സ്വാലിഹ്. ആതിര, പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കനത്ത പുക ഉയരുന്നത് കണ്ടാണ് തൊഴിലാളികൾ ഇത് ശ്രദ്ധിച്ചത്. തുടർന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറായി തീ പിടിച്ചിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ്. കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനുള്ള ശ്രമം തൊഴിലാളികൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം അവിടേക്ക് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് വേഗത്തിൽ തന്നെ തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാലിഹ്, അതോടൊപ്പം തന്നെ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, ഈ മാലിന്യ സംസ്കരണം വലിയ തോതിൽ മാലിന്യങ്ങൾ ഇവിടെ കൂടിക്കിടന്നിരുന്നു എന്നാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആവാനുള്ള ഒരു സാധ്യതയാണ് തൊഴിലാളികൾ പറയുന്നത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും മാലിന്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ തീപിടുത്തം ഉണ്ടായത്. മറ്റു നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് നിലവിൽ ചെയ്തിട്ടില്ല, അല്ലേ സ്വാലിഹ്? നിലവിൽ മറ്റു നാശനഷ്ടങ്ങളൊന്നുമില്ല. ഈ മാലിന്യ സംസ്കരണം നടക്കുന്ന ഭാഗത്ത് ഈ പഞ്ചായത്തിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഭാഗത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം മുണ്ടുപറമ്പിലെ ഫയർ സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേറെ കെട്ടിടങ്ങളോ മറ്റോ ഒന്നും നിലവിൽ കത്തി നശിച്ചിട്ടില്ല. തൊട്ടടുത്തൊന്നും അത്തരത്തിൽ തീ പടരാനുള്ള സാഹചര്യവുമില്ല. ഈ പുഴയോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. ആളുകൾ കുറവുള്ള ഒരു താമസക്കാരൊന്നും തൊട്ടടുത്തൊന്നും ഇല്ലാത്ത ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ആളപായമോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾക്കോ ഉള്ള ഒരു സാധ്യതയില്ല. അതേസമയം ഈ മാലിന്യം, ഈ പുക ഇതുപോലെ ഉയരുന്നത് വലിയ ആശങ്ക ആളുകൾക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കനത്ത പുക മണിക്കൂറുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീ പൂർണ്ണമായും അണച്ചാൽ മാത്രമേ അത് ശമിപ്പിക്കാനാവൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ അണക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ, പഞ്ചായത്ത് അധികൃതരെല്ലാം പറയുന്നത്. ശരി, വ്യക്തമാണ്. KT സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്.